ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു ആ കാറിനുള്ളിൽ നിമിഷങ്ങൾക്കകം കത്തിയമർന്നത്. വിധി കാത്തുവെച്ച ക്രൂരതയുടെ ആഴം കൂട്ടുന്നത് മറ്റൊന്നുമായിരുന്നില്ല. അമ്മയുടെ വയറ്റിൽ 9ാം മാസത്തിലേക്ക് കടക്കാനിരുന്ന ഒരു കുഞ്ഞു ജീവന്റെ സ്പന്ദനം കൂടിയാണ് ആ അഗ്നിനാളത്തിൽ അലിഞ്ഞുപോയത്. പ്രസവ സംബന്ധമായ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോൾ സ്വന്തം വീട്ടുപടിയിലെത്തുന്നതിന് തൊട്ടു മുൻപാണ് മരണത്തിന്റെ രൂപത്തിൽ ആ സ്ഫോടനമുണ്ടായത്. കൺമണിയെ കൈകളിൽ വാങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത വിധം തീ പടർന്നു പിടിച്ചപ്പോൾ ആ അമ്മയും അവളുടെ ഉദരത്തിലെ കുഞ്ഞും കാറിനുള്ളിൽ കത്തിയമർന്നു. പേരാമ്പ്രയെയും കേരളക്കരയെയും ഒരുപോലെ ഉലച്ച ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പഴുതടച്ച അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. കക്കറമുക്ക് സ്വദേശി പൂവത്തുംചാൽ സോന ദാരുണമായി മരണപ്പെടുകയും ഭർത്താവ് റിജിൻലാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ എങ്ങനെയാണ് കാറിന് തീപിടിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. വീടിന് തൊട്ടടുത്തെത്താറായപ്പോൾ ഉണ്ടായ ഉഗ്രസ്ഫോടനമാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയത്. സാധാരണഗതിയിൽ കാറുകളിലുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള പുകയോ തീപിടുത്തമോ അല്ല ഇവിടെ സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന. വൻ ശബ്ദത്തോടെയുള്ള സ്ഫോടനമാണുണ്ടായത്. വാഹനത്തിൽ തീ പടരുന്നത് കണ്ടയുടൻ തന്നെ ലാലുവിന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ഉണ്ടായ ഉഗ്രസ്ഫോടനവും തീപിടുത്തവും കാരണം കാറിന്റെ സെൻട്രൽ ലോക്കിംഗ് സംവിധാനം പൂർണ്ണമായും തകരാറിലായതാണ് പിൻസീറ്റിലായിരുന്ന സോനയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്നതിനാൽ കടുത്ത ക്ഷീണം കാരണം സോന കാറിന്റെ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു. തീ പടർന്നതോടെ ലാലു വാഹനം നിർത്തി പുറത്തിറങ്ങിയെങ്കിലും സെൻട്രൽ ലോക്ക് കുടുങ്ങിപ്പോയതിനാൽ സോനയ്ക്ക് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഉഗ്രമായ സ്ഫോടന ശബ്ദം കേട്ടാണ് സമീപവാസികൾ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുന്നത്. അപ്പോഴേക്കും കാറിൽ നിന്ന് വലിയ രീതിയിലുള്ള തീയും പുകയും ഉയർന്നിരുന്നു. ശരീരമാകെ പൊള്ളലേറ്റ ലാലു പ്രാണരക്ഷാർത്ഥം സമീപത്തെ തോട്ടിലേക്ക് ചാടുകയായിരുന്നു. ലാലു നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൻസീറ്റിൽ സോന കുടുങ്ങിക്കിടക്കുന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ തൊട്ടടുത്ത നെൽവയലിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചും മറ്റും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും തീ അണയ്ക്കാനോ ലോക്ക് കുടുങ്ങിയ ഡോർ തുറക്കാനോ സാധിച്ചില്ല. നിമിഷങ്ങൾക്കകം തന്നെ കാറിനെ തീ പൂർണ്ണമായും വിഴുങ്ങുകയായിരുന്നു. പേരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയപ്പോഴേക്കും കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് കാറിനുള്ളിൽ നിന്നും സോനയുടെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹം പുറത്തെടുത്തത്. ഉടൻ തന്നെ പേരാമ്പ്രയിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും വിദഗ്ധ പരിശോധന അത്യാവശ്യമാണ്. കാറുകളിൽ അനധികൃതമായി വരുത്തുന്ന മാറ്റങ്ങളോ എക്സ്ട്രാ ഫിറ്റിംഗുകളോ ആണോ അതോ ഇന്ധനച്ചോർച്ചയാണോ സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് റിജിൻലാലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൈകൾക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കടുത്ത പൊള്ളലേറ്റ ഇദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ്. അപകടത്തിന് ഞെട്ടലിൽ നിന്നും ഇനിയും ലാലു മുക്തനായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം നൽകുന്ന വിശദമായ മൊഴിയും അന്വേഷണത്തിൽ നിർണായകമാകും. പേരാമ്പ്ര പാലേരി കുഴുമ്പലിലെ കല്ലിൽക്കണ്ടി മീത്തൽ ശ്രീനിവാസന്റെയും വസന്തയുടെയും മകളായ സോനയുടെ അപ്രതീക്ഷിത വിയോഗം നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.